ബലിത അറുത്തിട്ടുള്ള മാംസ കൊടുക്കുന്നത്. ഒരു പെരുന്നാക്ക് അരിയാണെങ്കിൽ മറ്റൊരു പെരുന്നാക്ക് മാംസം കൊടുക്കുന്നു. പ്രധാന ആഘോഷവേളകളിൽ പട്ടിണി കിടക്കുന്ന ഒരു വീടുണ്ടായി പോകരുത്. അത് സാധാരണ ജനങ്ങളിലൂടെ തന്നെ നൽകാനുള്ള സംവിധാനം മതത്തിന്റെ ഭാഗമായി ഏർപ്പാട് ചെയ്തു. ഇങ്ങനെയുള്ള സുന്നത്തും ഫർളുമൊക്കെയായ പലതരത്തിലുള്ള സാമ്പത്തിക വിനിമയത്തിന്റെ മാർഗങ്ങൾ അള്ളാഹുവിന്റെ മതം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തരുന്നു. ഈ കൂട്ടത്തിൽ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിനിമയ മാർഗമാണ്, അല്ലെങ്കിൽ വിനിമയത്തിന്റെ രീതിയാണ് നിർബന്ധദാനമായ സക്കാത്തിലൂടെ അള്ളാഹു തആല നടപ്പാക്കുന്നത്. അത് സൗകര്യണ്ടേ കൊടുക്കാന്നൊന്നുമല്ല, അത് നിർബന്ധമായി കൊടുക്കേണ്ടതാണ്. കമ്മ്യൂണിസവും മുതലാളിത്ത വ്യവസ്ഥിതിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഘടന ഏതാ? കമ്മ്യൂണിസം മുതലാളിത്തത്തിനെതിരെ ആരോപിക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥിതി കൊണ്ട് ഇവിടെ ഉണ്ടായിത്തീരുന്നത് എന്നും പണക്കാരായി മാത്രം നിൽക്കുക, പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനാകുക, ഏതാനും എണ്ണപ്പെട്ട വ്യക്തികളുടെ കൈകളിൽ ലോകത്തിന്റെ സമ്പത്തിന്റെ സിംഹഭാഗവും കേന്ദ്രീകരിക്കപ്പെടുക. അതില്ലാതെയാവണമെന്ന് പറഞ്ഞാണ് കമ്മ്യൂണിസം വന്നത്. പക്ഷേ അത് നടപ്പിലാക്കുന്നത് ഇസ്ലാമാണെന്ന് മാത്രം. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ സക്കാത്ത് അതിനുള്ളതാ. മുതലാളിമാരെ കയ്യിൽ മാത്രം പണം കെട്ടിക്കിടക്കരുത്. സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു വിശദീകരിച്ചതാണ്. നിങ്ങളുടെ പണക്കാരെ കൈകളുമാൽ മാത്രം പണം കറങ്ങാതിരിക്കാനാണ് സക്കാത്ത് സമ്പ്രദായം. അത് പാവപ്പെട്ടവരിലേക്ക് ഒഴുകണം. ഇപ്പൊ നിർബന്ധമായും ചില പ്രത്യേക ധനങ്ങൾക്ക് നിശ്ചിത അളവിൽ പാവപ്പെട്ടവരെ അവകാശം കൊടുക്കുന്ന പരിപാടി, അതാണ് ഇസ്ലാമിലെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ശ്രദ്ധേയമായ സക്കാത്ത്. ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ ഒന്നുകൂടിയായ സക്കാത്ത്. എല്ലാ മുതലിനും സക്കാത്ത് കൊടുക്കണമെന്ന് മതം പറഞ്ഞിട്ടില്ല. അവിടെ ഒരു പൊതുതത്വമുണ്ട്. എന്താ? ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അതിലാ സക്കാത്ത് കൊടുക്കണം, അല്ലാത്തതിൽ സക്കാത്ത് കൊടുക്കണം. ഒരാൾക്ക് ധാരാളം പറമ്പുണ്ട്, ആ പറമ്പിന്റെ പേരിൽ സക്കാത്ത് കൊടുക്കണം. അതിന് കിട്ടുന്ന ആദായങ്ങൾക്ക് സക്കാത്ത് ഉണ്ടാവും. പറമ്പിന്റെ പേരിൽ സക്കാത്തില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് വാഹനമുണ്ട്, ആ വാഹനത്തിന്റെ വില കെട്ടിയിട്ടൊന്നും അയാൾ സക്കാത്ത് കൊടുക്കണം. അത് ജനങ്ങൾക്കൊക്കെ ഉപകാരം കിട്ടുന്ന സാധനമാണ്. ഒരാൾക്ക് ബസ് ഉണ്ടായ, ഒരാൾക്ക് കാറുണ്ടായ, ജീപ്പ് ഉണ്ടായ, നമുക്കൊക്കെ ഉപകാരമല്ലേ? അതുകൊണ്ട് ആ ജീപ്പിന് എത്ര വില ഉണ്ടെന്ന് കെട്ടിയിട്ട് അതിന് ഒരു സക്കാത്ത് കൊടുക്കണം? അത് വേണ്ട. സല്ലല്ലാഹു നമ്മളോട് പഠിപ്പിച്ചു, ലൈസ അലൽ മുഅ്മിനി ഫീ അബ്ദിഹി വലാ ഫർസിഹി സദഖാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഒരു സത്യവിശ്വാസിക്ക് അയാളുടെ കുതിരയിൽ സക്കാത്തില്ല, അയാളുടെ അടിമകളിൽ സക്കാത്തില്ല. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സാമ്പത്തിക വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അടിമകൾ. അതിനെ ഘട്ടം ഘട്ടമായി ലോകത്തുനിന്ന് തുടച്ചു മാറ്റിയത് ഇസ്ലാമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലമായപ്പോഴേക്ക് അറബികളുടെ കൂട്ടത്തിൽ ഒരടിമയും ഇല്ലാത്ത സ്ഥിതി വന്നു. കാരണം എന്ത് പ്രായശ്ചിത്തം ചെയ്യേണ്ട ഘട്ടം വരുമ്പോഴും അടിമയെ മോചിപ്പിക്കുക എന്നതാണ് നിബന്ധന. അങ്ങനെ നിർമാർജനം ചെയ്തു. പക്ഷേ അന്നത്തെ ഏറ്റവും വലിയൊരു സാമ്പത്തിക വിഷയമാണ് അടിമ. അതുപോലെ അവരുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് കുതിര, അതൊരു വാഹനമാണ്. അതുകൊണ്ട് അത് രണ്ടിലും സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി കൊടുത്തു. അങ്ങനത്തെ സാധനത്തിന് സക്കാത്ത് വേണം. ജനങ്ങൾക്ക് ആവശ്യം ഉപകാരം, അത് പ്രധാനമായും 4 തരം സമ്പത്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ജിൻസുൽ അസ്മാൻ എന്ന് നമുക്ക് പറയാം, വിലയായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതിലേതൊക്കെ പെടുക? ആഗോളതലത്തിൽ വിലയായി ഉപയോഗിക്കുന്ന 2 വസ്തു ഉണ്ട്, അത് വെള്ളിയും സ്വർണവും. പഴയ കാലം മുതൽക്കേ വെള്ളിയും സ്വർണവും വിലയായി കൊടുത്താണ് സാധനങ്ങളുടെ ക്രയവിക്രയങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഇന്ന് അതിന്റെ സ്ഥാനത്ത് വെള്ളിയും സ്വർണവും ഒക്കെ റിസർവ് ബാങ്കുകൾ ആസ്തിയായി സ്വീകരിച്ച് സൗകര്യാർത്ഥം അതിന് കറൻസി നോട്ടുകൾ ഇറക്കിയിരിക്കുകയാണ്. അതിന്റെ സ്ഥാനത്ത് ഇന്ന് കറൻസി നോട്ടും വരിക. അപ്പം വെള്ളി, സ്വർണം, കറൻസി നോട്ടുകൾ, ഇത് സാർവത്രികമായി ആഗോളതലത്തിൽ വിലയായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഈ വസ്തു കൊടുത്താൽ എവിടുന്ന് എന്തും കിട്ടും. അതാണ് സക്കാത്ത് നിർബന്ധമാവാൻ ഒരു കാരണമായി പറഞ്ഞു. രണ്ടാമത്തത് ഉറൂദു തിജാറ, ജനങ്ങളുമായി നടത്തുന്ന ഒരു ഇടപാടാണ് കച്ചവടം. ജനങ്ങളിൽ നിന്നാണ് കച്ചവടക്കാർ ലാഭം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ലാഭത്തിന്റെ ഒരു വിഹിതം ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്, പാവപ്പെട്ടവർക്ക്. അതാണ് കച്ചവട മുതലിൽ സക്കാത്തുണ്ട്, അളവ് നമുക്ക് പറയാം. മൂന്നാമത്തത് അൽ ഖൂത്തുൽ മുദ്ദഖറ മിനസ് സുറൂഇ വസ്സിമാ, ഫലവർഗ്ഗങ്ങളിൽ നിന്നും അതുപോലെ ധാന്യങ്ങളിൽ നിന്നും
സൂക്ഷിച്ചു വെക്കാൻ പറ്റിയതും ആഗോളതലത്തിൽ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്നതുമായ വസ്തു, ഇതാണ് സക്കാത്ത് നിർബന്ധമായ ഭക്ഷ്യവസ്തുക്കൾ. നെല്ല്, ഗോതമ്പ്, ബാർലി, കടല, യവം, ഇതൊക്കെ ലോകതലത്തിൽ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പഴവർഗ്ഗങ്ങളിൽ ആ കൂട്ടത്തിൽ രണ്ട് സാധനമുള്ളത്, ഒന്ന് കാരക്കയും മുന്തിരിയും. നമ്മുടെ നാട്ടിലുള്ള മാങ്ങ, തേങ്ങ, ഇതിനൊന്നും സക്കാത്തില്ല. മാങ്ങ എന്ന നിലക്ക്, ഒരു പഴം എന്ന നിലക്ക് സക്കാത്തില്ല. കാരണം അതൊന്നും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല, സൂക്ഷിച്ചെന്നാൽ കേടുപോകും. മാത്രല്ല അതൊന്നും മുതലാളിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന സാധനമാണ്. അതൊക്കെ ഒരു രസത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, മുഖ്യാഹാരമല്ല. അപ്പം യഥേഷ്ടം ഉൽപ്പാദിപ്പിച്ചാലും പെട്ടെന്ന് തന്നെ പൊതുമാർക്കറ്റിലെത്തും, ആ എല്ലാവർക്കും കിട്ടും. കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ വില കുറവാകും ചെയ്യും. അതുകൊണ്ട് അതിന് സക്കാത്തില്ല. തക്കാളിക്കോ പച്ചമുളകോ ഇതിനൊന്നും സക്കാത്തില്ല. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യസിഹു ഫി ഹാദാ ശൈഉൻ മിനൽ അഹാദീസ്. പച്ചക്കറികളുടെ കാര്യത്തിൽ സ്വഹീഹായ ഒറ്റ ഹദീസുമില്ല, അതിനൊന്നും സക്കാത്തില്ല. അതൊക്കെ പൊതുമാർക്കറ്റിലേക്ക് വേർത്തു, ആരും സൂക്ഷിച്ചു വെക്കൂല. ഇപ്പൊ സൂക്ഷിച്ചു വെക്കുന്ന അരി, നെല്ല് പോലുള്ള വസ്തുക്കൾ, പഴവർഗ്ഗങ്ങളിൽ നിന്ന് കാരക്ക, മുന്തിരി, ഇതാണ് സക്കാത്ത് നിർബന്ധമായ ഭക്ഷ്യവസ്തുക്കൾ. പിന്നുള്ളത് കാലി സമ്പത്താണ്, കന്നുകാലി. ആട്, പശു, അതുപോലെ നമ്മളെ ഒട്ടകം. ഈ മൂന്ന് വർഗ്ഗമാണ് ലോകതലത്തിൽ പ്രധാനമായും മാംസാഹാരത്തിന് ഉപയോഗിക്കുന്ന കന്നുകാലികൾ. അത് വൻകിട കർഷകർക്ക് മാത്രം സക്കാത്ത് നിർബന്ധമാകുന്ന ഒരളവാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ 4 വിഭാഗം സമ്പത്തിൽ നിന്നാണ് അള്ളാഹു നിർബന്ധമായ ദാനമായ സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യം പറഞ്ഞ വെള്ളിയും സ്വർണവും നോട്ടും, അതിന്റെ സക്കാത്ത് എങ്ങനെ കണക്കാക്കണം നമ്മൾ പഠിക്കണം. ഒന്നാമതായി 20 മിസ്കാൽ സ്വർണമുള്ളവർക്കാണ് സക്കാത്ത് നിർബന്ധമാകുക. ഒരാൾ ഗൾഫിൽ നിന്ന് വന്നപ്പം സ്വർണ ബിസ്ക്കറ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ നാണയം കൊണ്ടുവന്നു, അത് 20 മിസ്കാൽ ഉണ്ടായാൽ നമ്മുടെ ഇന്നത്തെ അളവനുസരിച്ച് 85 ഗ്രാമാണ്. 85 ഗ്രാം സ്വർണം ഒരാളെ കൈവശം വന്നു റബീഉൽ അവ്വൽ 1-ാം തീയതി. അടുത്ത റബീഉൽ അവ്വൽ 1 വരെ അത് ചെലവഴിക്കപ്പെടാതെ അയാൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്താൽ ആ സ്വത്തിൽ നിന്ന് 2.5% പാവങ്ങൾക്ക് കൊടുക്കണം. സ്വർണവും വെള്ളിയും നോട്ടും ഒക്കെ അങ്ങനെ ഒരു നിബന്ധനയും കൂടിയുണ്ട്. നിസാബും വേണം, കൊല്ലം പൂർത്തിയാവും വേണം. സ്വർണത്തിന്റെ നിസാബാണ് പറഞ്ഞത് 85 ഗ്രാം വേണം. അത് തന്നെ ഒരു കൊല്ലക്കാലം നമ്മളെടുത്ത് സ്റ്റോക്ക് ചെയ്യപ്പെടുകയും വേണം. അപ്പോഴാണല്ലോ ബോധ്യം ഇവൻ അത്യാവശ്യക്കാരനല്ല. അത്യാവശ്യക്കാരനാണെങ്കിൽ തന്നെ ചെലവായി പോകും. അല്ലാത്തവനായതുകൊണ്ട് ഇവൻ ഒരു കൊല്ലം അവന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായാൽ അതിന്റെ 2.5% കൊടുക്കണം. ഇതേ രീതിയിൽ തന്നെയാണ് വെള്ളി. വെള്ളി 200 ദിർഹമാണ് അതിന്റെ കണക്ക്. അത് നമ്മളെ നാട്ടിലെ തൂക്കനുസരിച്ച് ഏകദേശം 595 ഗ്രാം ഉണ്ട്. 595 ഗ്രാം. അപ്പൊ ഒരു 1/2 കിലോ 600 ഗ്രാമോളം വെള്ളി ഒരാളെ കയ്യിൽ മുഹറം മാസം 1-ാം തീയതി എത്തിയാൽ അടുത്ത മുഹറം 1 അതിന്റെ കൊല്ലം പൂർത്തിയായി. സക്കാത്ത് കൊടുക്കുന്നവരൊക്കെ സൂക്ഷിക്കുക, അറബ് മാസമാണ് കണക്ക് വെക്കേണ്ടത്. ഇംഗ്ലീഷുമായിട്ട് വ്യത്യാസം ഉണ്ടാവും. അറബ് മാസം ആകുമ്പോഴേക്ക് നിർബന്ധം, ഇംഗ്ലീഷ് ആകാൻ കാത്തുക്കൂല. ജനുവരി 1-ാം തീയതി അടുത്ത ജനുവരി 1-നല്ല, അന്നത്തെ അറബി ഡേറ്റ് നോക്കിയിട്ട് സക്കാത്ത് കൊടുത്തോളൂ. അങ്ങനെ 595 ഗ്രാം വെള്ളി ഒരു വർഷം സൂക്ഷിച്ചാൽ അതിന്റെ 2.5% കൊടുക്കണം. പിന്നെ സ്ത്രീകളപ്പം ശ്രദ്ധിക്കണം, അവരെ ആഭരണത്തിനൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി വരൂലേ. ആഭരണം സക്കാത്ത് ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. സാധാരണ ശാഫി മദ്ഹബ് പ്രകാരം ഒരു നാട്ടിൽ പതിവനുസരിച്ച് സ്ത്രീകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരളവ്, അത് തന്നെ മതം അംഗീകരിച്ച രീതിയിലുള്ള ആഭരണവുമാണെങ്കിൽ ആ ആഭരണങ്ങൾക്ക്, സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് വേണ്ടാന്ന്. അതിന് 10 നേരത്തെ പറഞ്ഞ ആ 85 ഗ്രാമിന്റെ മേലെയാണെങ്കിലും കൊടുക്കണ്ട. ഒരു നാട്ടിലെ പതിവ്, ചില നാട്ടിലൊക്കെ ഏകദേശം ഒരു 30 പവനൊക്കെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ധരിക്കുന്നു വെക്കുക. സാധാരണ പൊരയിലുക്കുമ്പോഴുന്ന അത് നല്ല കൂട്ട, നമ്മളൊരു ഒരുങ്ങിപ്പോകുമ്പോണ്ടാവും. ഒരു 30 പവനൊക്കെ ധരിക്കുകയാണെങ്കിൽ അതിനേക്കാളും മേലെ ഒരു പെണ്ണിന് ആഭരണം ഉണ്ടോ, 4 ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. അല്ലാത്തതിന് സാധാരണ രീതിയിൽ ധരിക്കുന്നതിന് കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ വെള്ളിയുടെയും സ്വർണത്തിന്റെയും സക്കാത്ത്. ഇനി നോട്ടിന്റെ സക്കാത്ത് എങ്ങനെ നമ്മൾ കണക്കാക്കുക? പണ്ഡിതന്മാര് പറയുന്നു,
ചരക്കുകളെയൊക്കെ വില കെട്ടുന്നത് സാധാരണ വെള്ളിയെ കണക്കാക്കിയിട്ടായിരുന്നു എന്നാണ് ഒന്ന്. രണ്ടാമത് പാവപ്പെട്ടവർക്ക് കൂടുതൽ ഉപകാരം കിട്ടുന്നതും വെള്ളിയോട് നോട്ടിനെ താരതമ്യപ്പെടുത്തുമ്പോഴാണ്. അപ്പോ 595 ഗ്രാം വെള്ളിയുടെ വില എത്രയാവും നോക്കാം. ഇപ്പൊ ഏകദേശം ഒരു 15,000 രൂപയെന്നാണ് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കണക്കൂട്ടി വെക്കണം. ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ ആ രൂപ സക്കാത്ത് നിർബന്ധമാകാനുള്ള തുകയായി. അത് ഒരു കൊല്ലക്കാലം ഒരാളെ കയ്യിൽ സ്റ്റോക്ക് കിടന്നാൽ, ബാങ്കിലാവട്ടെ മറ്റെവിടെയാവട്ടെ സ്റ്റോക്ക് കിടന്നാൽ, ഒരു കൊല്ലം പൂർത്തിയായാൽ അതിന്റെ 2.5% കൊടുക്കണം. അപ്പൊ 1,00,000 ഉറുപ്പ്യ ഉള്ളവൻ 2,500 ഉറുപ്പ്യ കൊടുക്കണം. 100 ഉറുപ്പ്യക്കൊന്നും സക്കാത്തില്ല. 1,500 ഉറുപ്പ്യന്റെ മേലോട്ട് 595 ഗ്രാം വെള്ളിയുടെ വില ഒരു കൊല്ലക്കാലം സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി കച്ചവടക്കാരന്റെ സക്കാത്തും ചെറിയ തോതിൽ പറയട്ടെ. സാധാരണ ചോദിക്കും, കച്ചവടക്കാരൻ ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? ഒരു ഉദാഹരണം, ഒരാൾക്ക് ഗൾഫിൽ നിന്ന് ജ്യേഷ്ഠൻ 1,00,000 ഉറുപ്പ്യ അയച്ചു കൊടുത്തു. ആ കാശ് കിട്ടുന്നത് റമദാൻ 1-നാണ്. അപ്പൊ അവൻ ചിന്തിച്ചു, ഏതായാലും റമദാൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. പെരുന്നാളിന്റെ പിറ്റേന്ന് തന്നെ ഓനൊരു ഫൂട്ട് വെയർ തുടങ്ങി, ഒരു ചെരുപ്പ് കട. അങ്ങനെ ചെരുപ്പ് കട തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അയാൾ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അടുത്ത റമദാൻ 1 തന്നെ കട അടക്കുക. ശവ്വാൽ 1 നിൽക്കണ്ട, പെരുന്നാൾ കഴിയാൻ നിൽക്കണ്ട. കാരണം എന്താ? ഈ സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള തുകയാണല്ലോ 1,00,000 ഉറുപ്പ്യ. അത് അവന്റെ കയ്യിൽ കിട്ടിയ റമദാൻ 1-നാണ്. അപ്പം തന്നെ സക്കാത്തിന്റെ തുക അവന്റെ കയ്യിൽ വന്നു. കച്ചവടം തുടങ്ങിക്കൊള്ളുന്നില്ല. ആ തുക കൊണ്ട് പിന്നെ തുടങ്ങാണ്. അപ്പൊ ഈ തുക കയ്യിൽ കെട്ടിക്കിടന്ന റമദാൻ 1-ന് തന്നെ കട പൂട്ടിയിട്ട് നിലവിൽ പീടികയിലുള്ള സാധനങ്ങളുടെ വിറ്റ് കിട്ടാൻ സാധ്യതയുള്ള വില കൂട്ടുക. അങ്ങനെ കൂട്ടി ലാഭമായി വന്ന വല്ലതും അതിലുണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് മൊത്തത്തിൽ 2 നോക്കുക. അങ്ങനെ നോക്കുമ്പം ഒരു 2,00,000 ഉറുപ്പ്യന്റെ മുതല് അവന്റെ കടയിലുണ്ട്. ഉണ്ടെങ്കിൽ അതിന്റെ 2.5% പാവപ്പെട്ടവർക്ക് സക്കാത്തായിട്ട് കൊടുക്കണം. അത് എത്ര വരിക? 5,000 ഉറുപ്പ്യ വരും. 2,00,000ത്തിന്റെ 5%, 2.5% 5,000 രൂപ വരും. അത് സക്കാത്തായിട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് കച്ചവടക്കാര് സക്കാത്ത് കണക്കാക്കേണ്ടത്. ഇങ്ങനെ ഓരോ മുതലിന്റെയും സക്കാത്തിനെ സംബന്ധിച്ച് വിശദമായി നമ്മൾ പഠിച്ച് അത് പാവങ്ങളിലേക്ക് എത്തിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇതേ രീതിയിൽ തന്നെ മുഖ്യാഹാരങ്ങളായ നെല്ലുൽപാദിപ്പിക്കുന്നവർ, കുട്ടനാടുള്ള പ്രദേശമാണ് നിങ്ങളെ പാലക്കാട്, ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവരും അതിന്റെ അളവ് പഠിച്ചു വെക്കണം. നെല്ല് കൊയ്ത് പ്രധാനമായും 3 വിളകൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. പലയിടത്തും സാധാരണ നടക്കുന്നെന്താ? പുഞ്ച, അതുപോലെ തന്നെ മകരം, വരത, ഒന്നുകൂടി ഉണ്ടല്ലോ അല്ലെ. ഈ കൃഷിയൊന്നും ആർക്കും ഓർമ്മയില്ലാത്തതുകൊണ്ട് അതിന്റെ പേരൊന്നും അറിയില്ല. ആ കഞ്ഞി, മകരം, പുഞ്ച, അങ്ങനെ 3 കൃഷിയാ കേരളത്തിൽ നടക്കുന്നതൊക്കെ നമ്മൾ പണ്ടതോ പുസ്തകത്തിൽ പഠിച്ചാൽ നമ്മളൊന്നും കൃഷി ചെയ്ത് വരികയല്ല. അത് 3ഉം കൂടി ഒന്നായിട്ടാ കൂട്ടേണ്ടത്. ഈ 3ഉം കൂടി ഒന്നായിട്ട് കൂട്ടണം. ഒരു കൊല്ലത്തുള്ള സർവ്വ വിളകളും ഒന്നായിട്ട് കൂട്ടും. അങ്ങനെ കൂട്ടിയിട്ട് അളന്നു നോക്കുമ്പോ 1920 ലിറ്റർ ഉണ്ടെങ്കിൽ, ഇത്ര 1920 ലിറ്റർ ഉണ്ടെങ്കിൽ, 1921 എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലേ, മലബാർ കലാപം ഉണ്ടായത്, 1 കുറച്ചാൽ മതി. അങ്ങനെ 1920 ലിറ്റർ, അത് 600 സ്വാഹ് എന്നാണ് അറബിയിലെ കണക്ക് വരിക. അങ്ങനെ 1920 ലിറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ 10% പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അവിടെ 2.5 പോരാ, 10 കൊടുക്കണം. എപ്പോ? അത് ഉണ്ടാക്കാൻ വെള്ളം നമ്മൾ പമ്പ് ചെയ്തു ഉണ്ടാക്കിയതല്ലെങ്കിൽ, വെള്ളം അടിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പത്തിക ചെലവുണ്ട്. വളട്ട് കൂട്ടൂലോട്ടോ, വള നമ്മൾ ഉണ്ടാക്കിയത്. അള്ളാഹു താല വളമൊന്നും പറഞ്ഞില്ല, മണ്ണും വെള്ളവുമാണ് കൃഷിക്ക് ആവശ്യമായിട്ട് ഉള്ളത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടാക്കൽ. അതുകൊണ്ട് വളടാൻ വേണ്ടി ചെലവായത് കൂട്ടൂല. വെള്ളടിക്കാൻ കാശ് ചെലവായിട്ടുണ്ടോ? എന്നാൽ 5% കൊടുത്താൽ മതി. അല്ല, വെള്ളം അള്ളാഹു തന്ന മഴ കൊണ്ടുള്ള വെള്ളം തന്നെയാണ് പാടത്തുള്ളത്, അതിൽ കൃഷി ചെയ്തതാണെങ്കിൽ ആകെ കിട്ടിയതിന്റെ 10% പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഇനി തൊലി ഉരിച്ചിട്ടാണെങ്കിൽ ഇതിന്റെ നേരെ പകുതി മതി. ഒരാള് അരി കൊയ്തെടുത്ത്, നെല്ല് കൊയ്തെടുത്ത് അരിയാക്കി, എന്നാൽ 960 ലിറ്റർ ഉണ്ടായാൽ മതി. 960 ലിറ്റർ അരി ഉണ്ടെങ്കിൽ അതിന്റെ 10%. നനവിന് ചെലവ് വന്നിട്ടില്ലെങ്കിൽ, ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ 5% പാവപ്പെട്ടവന്റെ അവകാശമായി കൊടുക്കണം. ഇതാണ് പ്രധാനമായ കാർഷിക നമ്മുടെ വിളകളുടെ
വിഷയമായി മതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം പ്രധാനമായ വിലയായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് വരണം. അതിനാണ് ആ വിഷയത്തിൽ സക്കാത്ത് നിർബന്ധമാക്കിയത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബിസിനസ്സാണ് കച്ചവടം, അതുകൊണ്ട് അതിലും സക്കാത്തുണ്ട്. മുഖ്യ ആഹാരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ധാന്യങ്ങളും പ്രധാനപ്പെട്ട ഈ പഴങ്ങളും. അവയിലും ജനങ്ങൾക്ക് കിട്ടാതെയായി പോകരുത്. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ ഈ ചെയ്യുന്ന കാർഷിക വിളകളിൽ നിന്ന് പാവങ്ങളിലേക്ക് പോകേണ്ട അവകാശം പോകണം. ഇനി നമ്മൾ പെരുന്നാക്ക് കൊടുക്കേണ്ട നിർബന്ധമായ ഫിത്ർ സക്കാത്ത് എന്ന ഒരു പരിപാടി കൂടി സക്കാത്തിന്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ചു. അത് പ്രധാനമായും ഒന്ന്, നമ്മളെ നോമ്പിന്റെ പോരായ്മകളൊക്കെ പരിഹരിക്കുക എന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി, ഫിത്ർ സക്കാത്തിന് വിധങ്ങൾ നിർബന്ധമാക്കിയത് അത് തുഹറത്തൽ ലിസ്യാമി മിനൽ ലഗ്വി വറഫസി. നോമ്പെടുത്തവൻ അറിയാതെ എന്തെങ്കിലും അനാവശ്യം പറയുകയോ ചെയ്യുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനാണ് പെരുന്നാളിന്റെ അന്ന് അരി കൊടുക്കുന്നത്. ഒന്ന്. രണ്ടാമത് വതുഅമത്തൽ ലിൽ മസാകീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടണല്ലോ, അതും കൂടി ആഗ്രഹിച്ചുകൊണ്ടാണ്. അങ്ങനെ അതും നമുക്ക് നിർബന്ധമാണ്. അത് കൊടുക്കേണ്ടത് ഒരാൾക്ക് ഒരു സോ ആണ്. ഒരു സോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ അളവനുസരിച്ച് 2600 ഗ്രാം വരും. അത് തൂക്കം അളക്കുന്നിടത്ത് ചില നാട്ടിലൊക്കെ ഏറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ ഉള്ളതിനെതിരെ നിങ്ങൾ സമരമൊന്നും ചെയ്യണ്ട. അവിടെ എത്ര കൊടുക്കണ വെച്ചാൽ അതിന് കൊടുക്കുക. ഏകദേശം ഒരു 2600 ഉണ്ടായാൽ കുറയില്ല എന്നാ തോന്നുന്നത്. അങ്ങനെ ഒരാൾക്ക് വീതം വീട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇത് ഏകദേശം എല്ലാ ആളുകളും കൊടുക്കാൻ നിർബന്ധിതരാവും. കാരണം പെരുന്നാളിന്റെ അന്ന് താമസിക്കാനുള്ള വീട്, അന്ന് ഉടുക്കാനുള്ള വസ്ത്രം, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളവര് ഏകദേശ ആളുകളും ആയിരിക്കും. അവരൊക്കെ സക്കാത്ത് നിർബന്ധമാണ്. ഇനി ഈ പറഞ്ഞ സക്കാത്തുകളെല്ലാം ഇത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുക